സ്കിസാറ്റിൻ്റെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു, ബിടെക്കിൻ്റെ മീലറ്റിൻ്റെ. ആ വീഡിയോയുടെ താഴെ വന്നേക്കണ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആണ് കേട്ടോ നമ്മൾ തരുന്നത്. സോ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്, അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലെങ്കിൽ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുക കേട്ടോ. അദ്വൈതിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കണേ. ഓക്കെ, ഈ സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും തമ്മിൽ വ്യത്യാസം മെയിനായിട്ട് വരുന്നത് ഫീസിലുള്ള വ്യത്യാസമാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു റാങ്ക് നോക്കിയില്ലേ, റാങ്ക് ലിസ്റ്റ് നോക്കി കൊടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം വരെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾ ഇന്ത്യ മെറിറ്റ് ഫീസും സ്റ്റേറ്റ് മെറിറ്റ് ഫീസും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഫീസ് കുറവായിരിക്കും ഓൾ ഇന്ത്യ മെറിറ്റിനെ അപേക്ഷിച്ചിട്ട്. ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസ് സ്റ്റേറ്റ് മെറിറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതാണ് ഒരു മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നേറ്റിവിറ്റി, കേരളത്തിൽ ജനിച്ച കേരളീയനായിട്ടുള്ളൊരു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടുള്ളൂ. അതേസമയം ഓൾ ഇന്ത്യ മെറിറ്റിലേക്ക് കേരളത്തിന് പുറത്തുള്ള കുട്ടികളെയും ഈ കേരളത്തിലുള്ള കുട്ടികളെയും പരിഗണിക്കും. ഇപ്പോൾ നിങ്ങൾ വേറെയുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിന് പുറത്തുള്ളത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ അവിടെയുള്ള കുട്ടികൾക്ക് ആ ഒരു റിസർവേഷൻ സീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്യുസാറ്റ് കേരളത്തിലുള്ളൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ളൊരു സീറ്റ് എന്നുള്ള നിലക്കാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് പറയുന്നത്. ഓൾ ഇന്ത്യ മെറിറ്റ് എല്ലാവരെയും റാങ്ക് അനുസരിച്ചിട്ട് പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. എല്ലാം റാങ്ക് അനുസരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഓൾ ഇന്ത്യ മെറിറ്റിൽ മറ്റു കുട്ടികളും നിങ്ങൾക്കറിയാലോ, ക്യുസാറ്റിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്, അവരെയും പരിഗണിക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇരിക്കുന്ന സീറ്റിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫെസിലിറ്റീസിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാം സെയിം ആയിരിക്കും. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തിരിക്കുന്നവർ തമ്മിൽ പോലും അറിയില്ല നിങ്ങൾ ഓൾ ഇന്ത്യ മെറിറ്റ് ആണോ സ്റ്റേറ്റ് മെറിറ്റ് ആണോ എന്നുള്ളത്. നിങ്ങൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഒരു വ്യത്യാസവും ഓൾ ഇന്ത്യ മെറിറ്റിലും സ്റ്റേറ്റ് മെറിറ്റിലും ഇല്ല. അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഓൾ ഇന്ത്യ മെറിറ്റിന് കുറച്ച് ഫീസ് സ്ട്രക്ചർ കൂടുതലാണ്, സോ നിങ്ങൾക്ക് അഫോർഡ് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയാൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ അതിൽ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീസ് നിങ്ങൾക്കറിയാലോ, ക്യുസാറ്റിൽ ഫീസ് എന്ന് പറയുന്നത് 6 മാസം ഓരോ സെമ്മും നമ്മൾ അടക്കണം. 6 മാസം കൂടുമ്പോൾ ആ ഫീസ് അടക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കും സാധിക്കുമോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ അറിയാതെ പോയി ഓൾ ഇന്ത്യ മറ്റ് സീറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫീസ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പാടല്ലേ. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു സീറ്റ് വേണോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അതായിരിക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സൂര്യനാരായണൻ മെയിൻ ക്യാമ്പസ് ആടാ. ഓക്കെ, അത് ആരുടെയോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. സോ എനിക്ക് സന്തോഷമുണ്ട്, കുട്ടികളെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഈ വർഷം നിൽക്കുന്ന കുട്ടികളെ പോവരുത്, അടുത്ത വർഷം ഇതുപോലുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ചെയ്യുമ്പോൾ, പണ്ടുള്ള ആളുകളൊക്കെ പറയൂലേ ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളുടെ ഒരു ഇതുകൊണ്ട് അവർക്കൊരു അറിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആൾക്ക് ഹെൽപ്ഫുൾ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൻസർ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് നന്മ ഉണ്ടാവട്ടെ. നിങ്ങൾ ഇതുപോലെ തന്നെ അടുത്ത വർഷവും, ഞാൻ എല്ലാ വർഷവും കുട്ടികളോട് പറയാറുണ്ട്, എല്ലാ വർഷവും കുറച്ച് പേരെങ്കിലുമൊക്കെ വന്ന് ആൻസർ കൊടുക്കാറുണ്ട്. പിന്നെ അറിയാവുന്നവരും കൊടുക്കാറുണ്ട്. ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. SOE അല്ലെങ്കിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തൃക്കാക്കരയുള്ള മെയിൻ ക്യാമ്പസ് എന്നും അതിനെ പറയാറുണ്ട്. പിന്നെ നമുക്ക് ലേക്ക് ഷോർ ക്യാമ്പസ് ഉണ്ട്, പിന്നെ മറ്റു ക്യാമ്പസുകളുണ്ട്. പക്ഷേ മെയിനായിട്ട് ബിടെക്കിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ SOEയും അതുപോലെ തന്നെ കുസക്ക് അല്ലെങ്കിൽ കുട്ടനാടുള്ള കുസക്കുമാണ് നമ്മൾ 2 ക്യാമ്പസായിട്ട് പറയുന്നത് കേട്ടോ. ഇനി മാളവികയുടെ ക്വസ്റ്റ്യനാണ്, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു, ഗേറ്റ്സിൻ്റെ നാൻമുദ്ര സർട്ടിഫിക്കറ്റ്. ഓക്കെ, അത് സാധാരണ ക്യുസാറ്റ് ആ സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്കും ഒരു നോട്ടിഫിക്കേഷൻ ഇടാറുണ്ട് കേട്ടോ, ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് മെയിൽ ചെയ്തിട്ടേക്ക്. ക്യുസാറ്റിൻ്റെ അടുത്ത് മെയിലുണ്ടല്ലോ, മെയിൽ ID ഒരു റിക്വസ്റ്റ്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനൊരു പ്രൊവിഷൻ എനേബിൾ ആക്കി തന്നെ എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ റിക്വസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വെബ്സൈറ്റ് നോക്കുക. സാധാരണ എല്ലാ വർഷവും ഇങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊരു സമയം ക്യുസാറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആ മെയിലൊന്നും ചെയ്തിട്ടേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, SOEയിൽ സിവിൽ എടുക്കുന്നത് എനി പ്രോബ്ലം, അവിടുത്തെ പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഹരിപ്രിയ ചോദിച്ചേക്കുന്നത്. SOEയിൽ സിവിൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സിവിലിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ
എല്ലായിടത്തും സിവിലിൻ്റെ പ്ലേസ്മെൻറ്റിന് കുറച്ച് ഇതുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ കീമിൽ കുറച്ചും കൂടി പ്ലേസ്മെൻ്റ് ഉള്ള കോളേജസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടി ബെറ്റർ. ചിലവരൊക്കെ അങ്ങനെ പറയാറുണ്ട്, TKM തൃശ്ശൂരൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാറുണ്ട്. നിങ്ങളത് അന്വേഷിച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ SOയുടെ വെബ്സൈറ്റിലും സിവിലിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാവും, മറ്റു കോളേജിൻ്റെ വെബ്സൈറ്റിലും നിങ്ങൾ നോക്കിയിട്ട് പ്ലേസ്മെൻറ്റ് കൂടുതൽ. നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേസ്മെൻറ്റ് മാത്രം നോക്കരുത്, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന ആ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെയും എല്ലാം കൂടി നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് എടുക്കുക കേട്ടോ. ക്യുസാറ്റിൽ അത്യാവശ്യം സിവിലിന് പ്ലേസ്മെൻ്റ് ഉണ്ട്, നല്ലതാണ്. സിവിൽ അവിടെ നല്ല കോഴ്സായിട്ട് തന്നെയാണ്, ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ആൻസർ കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. 2 ദിവസം മുമ്പ് വരെ കിടക്കുന്നുണ്ടായിരുന്നു, ഇനി അത് മാറ്റിയൊന്നും അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയാലും അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ക്യുസാറ്റിൽ അല്ലെങ്കിൽ SOയിൽ 150 സീറ്റോളം ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിന്. അതായത് 90 സീറ്റിൽ നിന്ന് 150 സീറ്റ് വരെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ലാസ്റ്റ് റാങ്കിൽ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ സ്പോർട്ടിൻ്റെ ആ ഒരു റാങ്ക് ലാസ്റ്റ് റാങ്കിൽ ഉണ്ടാവില്ല. കുറച്ചും കൂടി റാങ്കൊക്കെ ഉള്ളവർക്ക് മേ ബി സ്പോട്ടിൽ നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും, അതൊക്കെ ഒരു ലെക്ക് തന്നെയെന്ന് പറയേണ്ട വരും. അപ്പോൾ അതുപോലെയൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ +2 മാർക്കിനെ പറ്റിയിട്ട് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. +2 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ PCMൻ്റെ മാർക്ക് ചോദിക്കുന്നുണ്ട്, അതല്ലാതെ ടോട്ടൽ മാർക്ക് ആകെ കിട്ടിയ മാർക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഈ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, റാങ്ക് ഒന്നും ആഡ് ആക്കാനല്ല, നിങ്ങൾ ആ എലിജിബിലിറ്റി ക്രോസ് ചെയ്തോ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നിങ്ങളുടെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, മാത്സിന് മാത്രം ഇത്ര മാർക്കൊന്നും പിന്നെ PCMന് ഇത്ര മാർക്കൊന്നും ഒക്കെയാണ് ചോദിക്കണത്. സോ നിങ്ങൾ അതനുസരിച്ചിട്ട് അവിടെ എന്താണോ ചോദിച്ചേക്കണേ അതനുസരിച്ചിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ കൃഷ്ണേന്ദു ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്പെഷ്യൽ റിസർവേഷൻ വെക്കുന്നവർ ഒരു ഓൾ ഇന്ത്യ കോട്ട മെറിറ്റ് എങ്കിലും വെക്കണമെന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓൾ ഇന്ത്യ മെറിറ്റ് വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ CGW അതുപോലെ NRI ഒക്കെ വെക്കണവർ ഒരു ഓൾ ഇന്ത്യ മെറിറ്റെങ്കിലും വെക്കണം. അത് സ്വാഭാവികമായിട്ടും നമ്മൾ വെക്കണമല്ലോ, കാരണം ഏറ്റവും കൂടിയ ഫീസ് ഉള്ളത് ആദ്യം തന്നെ NRI, അത് കൊണ്ടുപോയി വെക്കൂലല്ലോ. NRIയുടെ ഫീസിനെക്കാട്ടിയും കുറവാണല്ലോ ഓൾ ഇന്ത്യ മെറിറ്റ്. സോ അങ്ങനെ വെക്കും. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ വായിച്ച ഇൻസ്ട്രക്ഷനിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ക്യുസാറ്റ്. ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല സ്പെഷ്യൽ റിസർവേഷൻ വെക്കണവർ ഒരു ഓൾ ഇന്ത്യ മെറിറ്റെങ്കിലും വെക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വർഷം അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് മെയിൽ ചെയ്ത് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നമ്പറുണ്ട് വെബ്സൈറ്റിൽ, അതൊന്ന് വിളിച്ച് നോക്കുക കേട്ടോ. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് ചോദിച്ചു തന്നെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ഇന്ന റാങ്കാണ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ അവിടെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ CS കുറച്ച് സീറ്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോട്ടിൽ ചിലപ്പോൾ കുറച്ചും കൂടി റാങ്ക് വരും, ആ ലാസ്റ്റ് റാങ്ക് അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വന്നേക്കാമെന്നുള്ളതാണ്. നമുക്കൊരു നിശ്ചയമില്ല എങ്ങനെ വരും എന്നുള്ളതൊക്കെ. അത് കുട്ടികളുടെ ഇപ്പോൾ ചിലവർക്ക് ഓരോ വർഷവും എല്ലാ വർഷവും CS ആണ്, ചിലപ്പോൾ ECയിലേക്ക് കുറച്ച് പേര് പോകും, സിവിലിലേക്ക് കുറച്ച് പേര് പോകും, അങ്ങനെ ട്രിപ്പിളി, അങ്ങനെ ഓരോ വർഷവും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണല്ലോ ലാസ്റ്റ് റാങ്കൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റുക. അപ്പം അതൊന്നും നമുക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ കുറേ പേര് BTechൻ്റെ റാങ്ക് ലിസ്റ്റിലില്ല, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, മിക്കവരും ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ വരും, BTech ചിലപ്പോൾ ക്വാളിഫൈ ആവാത്തതുകൊണ്ടായിരിക്കും വരാത്തത്. സോ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്യുസാറ്റിനോട് തന്നെ ചോദിക്കണം. കാരണം ക്യുസാറ്റ് നമ്മുടെ സ്കോറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല, കീമിൽ പബ്ലിഷ് ചെയ്യണ പോലെ. സോ അത് നിങ്ങൾക്ക് അങ്ങനെ നല്ല മാർക്കുണ്ട്, എനിക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യുസാറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ആൻസർ കിട്ടിയോന്ന് കുറേ സെയിം ഡൗട്ട് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഈ ടോട്ടൽ മാർക്കിൻ്റെ കാര്യമാണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ +2യുടെ ടോട്ടൽ മാർക്കാണ്. PCM എന്ന് പറഞ്ഞ് ചോദിച്ചേക്കണോടത്ത് PCMൻ്റെ മാർക്ക് കൊടുക്കുക, അതല്ല ടോട്ടൽ മാർക്ക് എന്ന് ചോദിച്ചേക്കണോടത്ത് നമ്മളുടെ ആ ടോട്ടൽ മാർക്ക് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് ക്ലാസ്സുകൾ അതായത് ക്ലാസ്സുകൾ സ്റ്റാർട്ടായതിനെ പറ്റിയും അതുപോലെ ഫീ റീഫണ്ടിനെ പറ്റിയിട്ടും ഒക്കെ ക്യുസാറ്റ് ഇൻസ്ട്രക്ഷൻ തരും. ആ ഒരു രീതിയിലാണ് പോവുക കേട്ടോ. ഫീ റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യും ക്ലാസ്സുകൾ തുടങ്ങണ പറ്റിയിട്ട്. ഇനി നമുക്കൊരു ഷെഡ്യൂൾ വരാനുണ്ട് ക്യുസാറ്റിൻ്റെ നമ്മുടെ BTechൻ്റെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ PGയുടെ വന്നിട്ടുണ്ട്. സോ അതുപോലെ BTechൻ്റെ വരും കേട്ടോ. അപ്പോൾ അത്
നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് അത് MCയുടെ ക്വസ്റ്റ്യനാണ്. കുറേ പേര് ഓരോ കോഴ്സുകൾ എവിടെ കിട്ടും എന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചു പോയേക്കണത്. പ്രൊഫൈലിൽ റാങ്ക് കാണിക്കാത്ത ആളുകൾ ഇനിയുണ്ടോ? മെയിൻ റാങ്ക് ലിസ്റ്റിലുണ്ട്, പ്രൊഫൈലിൽ റാങ്ക് കാണിച്ചിട്ടില്ല എന്നുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ അത് ക്യുസാറ്റായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രൊഫൈലിൽ റാങ്ക് കാണിക്കേണ്ട സമയമായി. നിങ്ങൾ 2 ലിസ്റ്റിലും ഇല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ആ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, 3756 കൊച്ചി ക്യാമ്പസ് കിട്ടുമോ, മെക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ അനുസരിച്ചിട്ട് ഈ റാങ്കിൽ മെക്കാനിക്കൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. സ്റ്റേറ്റ് മെറിറ്റ് അവൈലബിൾ ഫോർ ഓൺലി, ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. സബ്മിറ്റ് ആവുന്നില്ല എന്ന് ആരോ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദെൻ നിങ്ങൾ അന്ന് വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അതൊക്കെ അപ്പോൾ ഓക്കെ ആയിക്കോളും. ഓക്കെ, ആദ്യം ചോദിച്ചേക്കണത് +2 മാർക്ക് അപ്ലോഡ് ചെയ്തതേ തെറ്റിപ്പോയി കീം, സോ വെരിഫിക്കേഷൻ ഫേസിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുമെന്ന് സാധിച്ചത്. ഇപ്പോഴെങ്കിലും ഓപ്പൺ ആവുക. ഓക്കെ, അത് ഓപ്പൺ ആവും കേട്ടോ. അത് ഇപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് 4-ാം തീയതി വരെ ആയിരുന്നല്ലോ ലാസ്റ്റ് ഡേറ്റ്. അത് അവർ ആ ഒരു സീഡ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതനുസരിച്ചിട്ട് അതിൻ്റെ മറ്റേ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കി തരും കേട്ടോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. കുറേ പേര് സ്റ്റേറ്റ് മെറിറ്റ് ഓൾ ഇന്ത്യ മെറിറ്റ് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിടെക്കിനും ബയോളജിക്കൽ സയൻസിനും വേറെ ആണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് സാധാരണ ഓപ്ഷൻ രജിസ്ട്രേഷൻ പറയാറില്ല. നിങ്ങളങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബിടെക്ക് മാത്രമേ ഉള്ളെങ്കിൽ ബിടെക്ക് മാത്രം വെച്ചാൽ മതി കേട്ടോ. അതനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റുകൾ വന്നു കഴിയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് MSc മാത്സ് ആണ് വെച്ചത്. വേറെ സബ്ജക്റ്റ് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നിങ്ങൾ മെയിലൊന്ന് ചെയ്ത് നോക്കൂ. മാത്സിൻ്റെ എക്സാമിന് നമുക്ക് വേറെ ഏത് കോഴ്സാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് MScക്ക് മാത്സിൻ്റെ എക്സാം അല്ല എഴുതിയേക്കുന്നത്, ബയോളജിക്ക് മാത്രമാണ് വേറെ എക്സാം ഉള്ളത്. സോ നിങ്ങൾ അതൊന്ന് മെയിൽ ചെയ്ത് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും കേട്ടോ. പോളിമർ സയൻസ് എങ്ങനെയുണ്ട്, ഗുഡ് ഓർ നോട്ട് എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ പോളിമർ സയൻസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളും. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല പറയാനായിട്ട്, പോളിമർ സയൻസ് നല്ലതാണോ ഇല്ലേ എന്നുള്ളത്. അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഒരു തവണ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. വെബ്സൈറ്റിൽ അതിൻ്റെ അപ്ഡേഷൻ അവർ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. സോ നിങ്ങളത് നോക്കിയിട്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത്, ഞാൻ ആ വെബ്സൈറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ പോളിമർ സയൻസിൻ്റെ അതായത് പ്ലേസ്മെൻ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കണത്, അപ്പോൾ അത് നിങ്ങൾ അതിൽ നോക്കുക കേട്ടോ. ഓക്കെ, 3 കോഴ്സാണ് വെച്ചത്. ബിടെക്, MCA, MSc ഇൻ CS ആൻഡ് AI. അതിൽ MSc ആണ്. ബിടെക് റാങ്ക് കാണിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ്? അതായത് അത് ആ റാങ്ക് ലിസ്റ്റിൽ വരാത്തതുകൊണ്ടാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ബിടെക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത്. ഓക്കെ, അതിൽ ആൻസറുകൾ കുട്ടികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് വരാത്തത് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് അന്ന് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കുറേയും താഴേക്ക് പോയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ചോദിക്കട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻസാണ്, ഞാനിതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് ചോദിക്കട്ടോ. കുട്ടനാട് ക്യാമ്പസ് കൊള്ളാവോ എന്ന് കുറച്ച് പേര് ചോദിച്ചു കണ്ടു. കുട്ടനാട് ക്യാമ്പസിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന സെയിം പ്ലേസ്മെൻറ്റ് കുട്ടനാടും വരും. ക്യാമ്പസ് അതിനെപ്പറ്റി നിങ്ങളത് അവിടെ ഇതായവരുടെ തന്നെ ചോദിക്കണം. അത് ഇത്തിരി വേറെ കുഴപ്പമൊന്നുമില്ല. ക്യാമ്പസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു വർഷം കുട്ടികളെ കുറച്ച് പേരെ കുട്ടനാട് ഉണ്ടായുള്ളൂ. സോ അവരെ ഇങ്ങോട്ട് SOയിലേക്ക് കൊണ്ടുവന്നൊക്കെ ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് അവിടെ തന്നെ ഇല്ല എന്ന് പറയാം. അത് വെച്ചാൽ നിങ്ങൾ പ്ലേസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ 2 ക്യാമ്പസിലും ഒരേ പ്ലേസ്മെൻ്റ് ഒക്കെയാണ്. പക്ഷേ SOയിലെ ഫെസിലിറ്റീസ് കുട്ടനാട് ക്യാമ്പസിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളത് അന്വേഷിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇതൊക്കെ ആയി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. നമ്മൾ ഓൾറെഡി അത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് നോക്കുക. എനിക്ക് തോന്നുന്നു 2 മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലോഗിൻ ആക്കാൻ പറ്റില്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. സബ്മിറ്റ് ആവാമെന്നില്ല എന്ന് പറയുന്നുണ്ട്. ലോഗിൻ ആക്കാൻ പറ്റാത്തത് നിങ്ങൾ ടൈപ്പ് ചെയ്ത ID പാസ്വേഡ് എന്തെങ്കിലും ഇൻകറക്റ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ കുറേ ടൈം നിങ്ങൾ ആ ഒരു വെബ് പേജിൽ ടൈം ഔട്ട് ആയി പോയതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുവാണ്. ഇതിൽ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഈ വീഡിയോയുടെ അടിയിൽ താഴെ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മെസ്സേജോ മെയിലോ ചെയ്യണേ. വീണ്ടും ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. സോറി. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്. താങ്ക് യു.